ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ടോറസ് സൺ സൈൻ, ടോറസ് മൂൺ സൈൻ, ടോറസ് അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജിൻ്റെ ത്രൂ അയച്ചു തരും. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും വേണമെന്ന് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു പ്രാവശ്യം നോക്കുക, അവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഡീറ്റെയിൽസൊക്കെ അവിടെ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഫ്യൂച്ചർ ഉള്ളത്, എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോണത്, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ടോറസിന് വേണ്ടിയിട്ട്, ടോറസിൻ്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? 7 ഓഫ് കപ്സ്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്. വേൾഡ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 5 ഓഫ് കപ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം, ആക്ഷൻ? നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ആക്ഷനാണ് കിങ് ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ആക്ഷൻ കിങ് ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ കാർഡാണ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ടോറസ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു റൊമാൻറ്റിക് എനർജിയാണ് ആക്ച്വലി. ഈ സമയത്ത് നിങ്ങൾ കുറേ ലൈറ്റ് ഹാർട്ടഡായി ഫീൽ ചെയ്യണു. ഒരു റൊമാൻറ്റിക് എനർജി ഉണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ. നിങ്ങൾക്ക് ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും, പറഞ്ഞ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഇതുവരെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ല, ഒരു സീരിയസ് ഫീലിംഗ് അല്ല. 8 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർ കുറച്ചൊരു റിജക്ഷൻ ആണ് ഫീൽ ചെയ്യണത് ഇപ്പോൾ. അവർക്ക് നിങ്ങൾ അത്ര ഇവരെ കുറച്ച് സീരിയസ് അല്ലാന്ന് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. എന്താണ് ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഉള്ളത്? ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ പേഴ്സണെ അങ്ങനെ കാണുമ്പോൾ അവർ കുറേ കോൺഫിഡൻ്റ് ആയിട്ടാണ് എല്ലാം കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷേ ഈ കാര്യത്തിൽ, നിങ്ങളുടെ സിറ്റുവേഷനിൽ, നിങ്ങളുടെ കാര്യത്തിൽ അവർ അത്ര കോൺഫിഡൻ്റ് അല്ല. അവർക്ക് കുറച്ചൊരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ട്, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ എന്തോ ഇവിടെ അവർ റിലീസ് ചെയ്യാൻ നോക്കണു. ഓക്കെ, ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ അവർ അത്ര പറഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടോ അറിയില്ല. പക്ഷേ എന്തായാലും അവർ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് ഇല്ലച്ചാൽ ഈ സിറ്റുവേഷനിൽ അവർക്ക് ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം. അവർക്ക് ഇപ്പോൾ ഈ സിറ്റുവേഷനിൻ്റെ കാര്യത്തിൽ അവർക്ക് അത്ര കൂടുതൽ ഇൻവോൾവ് ആവണം എന്നുണ്ടാവില്ല. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ല, അതാണ് പ്രശ്നം. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, അവർക്ക് വേറെ എന്തോ ആണ് ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ തമ്മിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. അവർക്കറിയില്ല നിങ്ങളെന്താ വിചാരിക്കണമെന്ന്, നിങ്ങൾക്കറിയില്ല അവരുടെ മനസ്സിലെന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് 7 ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. എന്താണ് ഈ 7 ഓഫ് കപ്സ്?
അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഓക്കെ, അതാണ് പ്രോബ്ലം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടാൾക്കും ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്താ നടക്കണമെന്ന്. ഫൂൾ എനർജി. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു 5 സോഡ്സിൻ്റെ എനർജി. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ രണ്ടാളും ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും, വഴക്കുണ്ടായിട്ടുണ്ടാവും. അതല്ലാണ്ട് വേറെ ആൾക്കാരും ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സീരിയസ് ആവാൻ നോക്കണു പറഞ്ഞാൽ നിങ്ങൾ ഷുവർ അല്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ തന്നെയാണ്, നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണേ ഉള്ളൂ. ഇപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യണില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം ഈ റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം എന്നുണ്ട് കുറച്ച്. നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡാണ്. അപ്പോൾ അവർക്കൊരു ധൃതി, അവർക്ക് ആക്ച്വലി ഒരു കൺക്ലൂഷൻ വേണം, അവർക്കൊരു ഔട്ട്കം വേണം, അവർക്ക് നിങ്ങളുടെ ഡിസിഷൻ വേണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കാൻ അവർ തയ്യാറാണ്. പറഞ്ഞാൽ ഇതിൽ ഫ്യൂച്ചർ ഉണ്ട് വെച്ചാൽ അവർക്ക് മാരേജും എൻഗേജ്മെൻറ്റും എല്ലാം അവർക്ക് ഉടനെ വേണം എന്നാണ് അവരുടെ എനർജി. എനിക്ക് അങ്ങനെ ആ ഫീലിംഗ് ഉള്ളത്. എന്നുവെച്ചാൽ വേൾഡ് പറഞ്ഞാൽ അവർ റെഡിയാണ് ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഇല്ല വെച്ചാൽ അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണോ ഉണ്ടോ ഇല്ലേന്ന് അവർക്കത് അറിയണം. നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അവർക്ക് ഇവിടെ മാരേജ് ഉണ്ടാവോ ഇല്ലേന്ന് അവർക്ക് അറിയണം. അപ്പോൾ എന്തോ അവർക്കൊരു ഫൈനൽ എന്താ പറയുക, ഒരു ഡിസിഷൻ അവർക്ക് അറിയണം എന്നുണ്ട്. 6 ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾ രണ്ടാളും മേ ബി ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇതൊരു റീകൺസിലിയേഷൻ മാതിരി ഒരു എനർജി ആവാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുമ്പും സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ആൻഡ് റീകൺസിലിയേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡിസിഷൻ വേണ്ടത്. അത് എന്താ വേണ്ടത്, ഇതിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ, നമ്മളിപ്പോൾ റീകൺസൈൽ ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ അത്ര ഹാപ്പി അല്ല. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷന് വിട്ടു പോവുകയാണ എനർജിയാണ്. എന്താണ് ഈ 8 ഓഫ് കപ്സ്? അപ്പോൾ ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേബിൾ കണക്ഷൻ വേണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആക്ച്വലി ഇമോഷണലി ഈ റിലേഷൻഷിപ്പിൽ അത്ര കണക്റ്റഡായി ഫീൽ ചെയ്യണില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഓൾറെഡി നിങ്ങൾ മുമ്പേയും സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഇതൊരു റീകൺസിലേഷൻ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സമയവും വേണം ഈ ട്രസ്റ്റിനെ ആദ്യം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇവരുടെ ഇൻറ്റൻഷൻ ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. അവർക്കൊരു പേടി, അത് നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പേടിയുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ വിട്ടു പോകുമെന്ന്. അവർക്ക് ഹൈറോഫാൻ, ടോറസ് എനർജി, അവർക്ക് അതാണ് ഏറ്റവും വലിയ പേടി. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അവർക്കും ഇതിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ അവർക്ക് ആ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നിങ്ങളുടെ ആക്ഷൻ കിങ് ഓഫ് കപ്സ്. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് ഈ പേഴ്സൻ്റെ കൂടെ സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഇമോഷണൽ കോൺവെർസേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു പ്രാക്ടിക്കൽ എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ രണ്ടാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലി ആണ് സംസാരിക്കണത്, ഈ പേഴ്സൺ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കണത്. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ഓഫ് സോഡ്സ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ആൻഡ് ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 9 ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു വെച്ചാൽ അത് നിങ്ങൾക്കൊരു മനസ്സിലൊരു ഹെസിറ്റൻസി ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ കമ്മിറ്റ് ചെയ്താൽ ഈ പേഴ്സൺ ആദ്യം അങ്ങനെ തന്നെ
മുമ്പത്തെ മാതിരി തന്നെ പെരുമാറുമോ, മുമ്പത്തെ മാതിരി തന്നെ എന്നെ ചീറ്റ് ചെയ്യോ, മുമ്പത്തെ മാതിരി തന്നെ നമ്മൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവുമോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്, ഇരുന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ കിങ് ഓഫ് സോഡ്സ് ആണ്. ഇവർ കുറേ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കണതും ചിന്തിക്കണതും. ഇവരുടെ ഇമോഷൻസ് ആക്ച്വലി അവർ തുറന്ന് പറയണില്ല, ഹിഡൻ ആയിട്ടാണ് വെക്കണത്. ഓക്കെ, എന്താണ് ഇവിടെ 4 of Cups. ഇമോഷണലി ഈ പേഴ്സണിന് അത്ര ഒരു കണക്ഷൻ പറഞ്ഞാൽ അവർ ആ ഇമോഷണൽ ടൈപ്പ് ആയിരിക്കില്ല. ഓക്കെ, ഇമോഷണലി ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിൽ അവർക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല, അവർക്ക് അത് അത്ര ഒരു അറിവില്ല. പറഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ കൂടെ എങ്ങനെയാണ് ഇമോഷണലി കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അതിൽ കുറച്ചൊരു അറിവില്ലാത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ചിലവർ അങ്ങനെയാണ്, ചിലവർ കൂടുതൽ പ്രാക്ടിക്കലായിരിക്കും, ഇമോഷൻസ് അങ്ങനെ അത്ര പറയാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഞാൻ കാണുന്നത് അവർ പ്രാക്ടിക്കൽ സ്റ്റെപ്സൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഇമോഷണലി കുറച്ചൊരു ഡിസ്കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഔട്ട്കം ഇവിടെ ഞാൻ 6 of Wands ആണ് കാണുന്നത്. ഔട്ട്കം പോസിറ്റീവാണ്. 6 of Wands എന്താണ് ഇവിടെ 2 of Wands. പക്ഷേ നിങ്ങൾ രണ്ടാൾക്കും ഒരു ഡിസിഷൻ ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സംസാരിച്ച് കഴിഞ്ഞിട്ടേ ഒരു ഡിസിഷൻ വരുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, ഒരു ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ പുറത്തു വരിക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഓഗസ്റ്റിൽ ആ ഒരു നിങ്ങൾ രണ്ടാളും ഇരുന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ചോയ്സ് രണ്ടാൾക്കും ഉണ്ട്, ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ ഇതിനെ വേണ്ടാന്ന് വിചാരിക്കണോ എന്ന്. ആ ചോയ്സ് എല്ലാവർക്കും വേറെ മാതിരിയായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ശരിയാവണില്ല എന്ന് തോന്നുന്നുണ്ടാവും. അതല്ല വെച്ചാൽ വേറെ ചിലവർക്ക് ഇത് ഓക്കെയാണ്, നമ്മൾക്ക് മുമ്പോട്ട് പോകാമെന്ന് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ തീരുമാനം നിങ്ങളുടെയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അത് കൃത്യമായി പറയാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്ത് അത് ആ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ ഇവിടെ ഒരു ഓറക്കിൾ കാർഡ് എടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ കാർഡ് റിലീസ് യുവർ എക്സ് എന്ന് വന്നിട്ടുണ്ട്. ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. ഓക്കെ, അപ്പോൾ എന്തോ ഒരു എക്സിൻ്റെ കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ ഇവിടെ ലവ് യുവർ സെൽഫ് ഫസ്റ്റ് വന്നിട്ടുണ്ട്, റിലീസ് യുവർ എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണാണ് നിങ്ങളുടെ എക്സ് വെച്ചാൽ ഇത് റിലീസ് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ്. പക്ഷേ അഗൈൻ അത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്താണ് തീരുമാനം വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇവിടെ സയൻസ് ഞാൻ കാണുന്നത് ജെമിനായി ഉണ്ട്, ടോറസ് നിങ്ങളുടെ എനർജി, ഫയർ സൈൻസ് ഉണ്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ആൻഡ് വാട്ടർ സൈൻസ് കുറേ ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണമെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.